പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ സ്ഥലം നന്നായിട്ടില്ലേ? നല്ല ഭംഗിയുണ്ട്. ഇത് മിയാൻമർ എന്ന രാജ്യമില്ലേ? ആ രാജ്യത്തിലെ യാങ്കൂൺ എന്ന ഒരു വലിയ പട്ടണമാണ്. ഒരു കാലത്ത് ഇത് റംഗൂൺ എന്നും ബർമ എന്നും അറിയപ്പെട്ടിരുന്നു. ഇത് അവിടുത്തെ ഒരു വലിയ പാർക്കാണ്. നല്ല ഭംഗിയുണ്ട്. ഒരു വലിയ തടാകമുണ്ട്, തോട്ടങ്ങളും മരങ്ങളുമുണ്ട്. കാണാൻ അതിമനോഹരമായിരിക്കുന്നു. സന്തോഷം തോന്നുന്നു. മനസ്സിലൊരു നല്ല സന്തോഷമുണ്ടാവുന്നത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ദൈവം നിങ്ങളോടൊരു കാര്യം പറയുന്നു. യെശയ്യാവ് 58:8 നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിങ്ങളോടാണ് പറയുന്നത്, മകളെ, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. എന്റെ മകനെ, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും എന്ന് ദൈവം വാക്ക് തരുന്നു. ഉണങ്ങിയ മരം പോലെ ആയിരിക്കുന്നു. എന്റെ ജീവിതം ഉണങ്ങിപ്പോയിരിക്കുന്നു. എല്ലാം പോയി, നഷ്ടപ്പെട്ടു. ഉണങ്ങിയ മരമായിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണോ? അതിനെ ദൈവം തളിർപ്പിക്കും. നിങ്ങളുടെ ജീവിതം വീണ്ടും തളിർക്കും, ഫലഭൂഷ്ടിയുള്ളതായി മാറും. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ആരംഭമുണ്ടാകുമെന്ന് ദൈവം വാക്ക് തരുന്നു. നിങ്ങൾ സുഖമായിരിക്കും. നിങ്ങൾ സുഖത്തോടെ ജീവിക്കാൻ പോകുന്നു. ഇപ്പോൾ വ്യാധി, നഷ്ടം, ഇല്ലായ്മ, ദാരിദ്ര്യം, കഷ്ടം എന്ന് വിചാരിക്കുകയാണോ? ഇതെല്ലാം മാറി കർത്താവ് നിങ്ങൾക്ക് സുഖമുള്ള ഒരു ജീവിതം തരും. ഉടൻ തന്നെ അത് തളിർക്കും എന്ന് ദൈവം പറയുന്നു. എന്തുകൊണ്ടാണെന്നോ? നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ തന്നെ ബലിയർപ്പിച്ചു. നിങ്ങളുടെ ജീവിതത്തെ തളിർക്കാനും അനുഗ്രഹിക്കാനും തന്നെ കുരിശിൽ ബലിയർപ്പിച്ചു. നിങ്ങളുടെ പാപങ്ങളും ശാപങ്ങളും വേദനകളും വ്യാധികളും കുരിശിൽ ചുമന്നു. എല്ലാം നിനക്ക് വേണ്ടിയല്ലേ മകനെ, നിനക്ക് വേണ്ടിയല്ലേ മകളെ ഞാൻ ഇത്രയും പാടുപെട്ടത്? നിന്നെ അനുഗ്രഹിക്കാനും നിന്റെ ജീവിതം തളിർപ്പിക്കാനും വേണ്ടിയല്ലേ എന്ന് യേശു പറയുന്നു. നിങ്ങളത് വിശ്വസിക്കൂ. യേശുവേ, എന്റെ ജീവിതം തളിർക്കാനും അനുഗ്രഹമുള്ളതാക്കാനും അങ്ങ് കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ചു. എന്റെ പാപശാപങ്ങളെ ചുമന്നിരിക്കുന്നു. എന്റെ ദോഷത്തെ ചുമന്നു. അങ്ങയുടെ വാക്കുപ്രകാരം എന്നെ അനുഗ്രഹിക്കണമേ. വേഗം എന്റെ സുഖജീവിതം തളിർക്കും എന്ന് വിശ്വസിക്കുന്നു. അത് ചെയ്യണമേ എന്ന് പറയൂ. അത്ഭുതം നടക്കും. ഇന്നു മുതൽ തളിർക്കാൻ ആരംഭിക്കും. പ്രാർത്ഥിക്കൂ, യേശുവേ, എന്റെ സുഖജീവിതം വേഗം തളിർക്കും എന്ന് വാക്ക് തന്നിരിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ സുഖജീവിതം തളിർക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ